ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, പ്രൈസ് ലോർഡ്. നിങ്ങൾ ശ്രവിക്കുന്നു ജീവൻ്റെ അപ്പം, ദ ബ്രെഡ് ഓഫ് ലൈഫ്. സ്വർഗസ്നായ നമ്മുടെ പിതാവിനെ എപ്രകാരം നമ്മൾ ആ ദൈവത്തിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടണമെന്നൊന്നും പ്രാർത്ഥിക്കുമല്ലോ. അതെങ്ങനെയാണ് എന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ നമ്മൾ കണ്ടു Deuteronomy 14:2, യു ആർ എ ഡിഫറെൻറ്റ് പീപ്പിൾ, യു ആർ ഹോളി പീപ്പിൾ. എൻ്റെ മക്കളാണ് നിങ്ങൾ. രണ്ടാമത്, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധ ജനമാണെന്ന്. അത് തന്നെ നമ്മൾ പുതിയ നിയമത്തിലും നമ്മളോട് സംസാരിക്കുന്നു. അത് ദൈവം ഇസ്രായേൽ മക്കളോട് സംസാരിച്ചതാണ്. ഇപ്പോൾ നമ്മളോട് സംസാരിക്കുന്നത് 1 പത്രോസ് അതിൻ്റെ 2:9 പറയുകയാണ്. 1:13 ഉണ്ട്. ആകയാൽ നിങ്ങളുടെ മനസ്സുറപ്പിച്ച് നിർമ്മതരായി യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവിൻ എന്ന്. സോ യു ഷുഡ് ഹാവ് എ ഹോപ്പ് ഓഫ് ഹിസ് സെക്കൻഡ് കമ്മിങ്. നമ്മളെല്ലാം അതിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത്, അല്ലേ? നമ്മളെ തന്നെ ഒരുക്കണം. അനേകം പേരെ നമ്മൾ കൂടി ഒരുക്കണം. നമ്മുടെ ഈ ജീവിതമൊക്കെ താൽക്കാലികമല്ലേ? എത്ര നാൾ ഇവിടെ ജീവിക്കും? ഉള്ള സമയമെല്ലാം കർത്താവിന് വേണ്ടി ഫലം കായ്ച്ച് സ്വർഗത്തിൽ എങ്ങനെയെങ്കിലും എത്തണം. പൗലോസ്ലീഹ അതാ പറഞ്ഞു, എങ്ങനെയെങ്കിലും ഐ ഷുഡ് ഹാവ് റെസറക്ഷൻ വിത്ത് ഓൾ ദ സെയിൻസ് എന്ന്. മറ്റുള്ളവരുടെ കൂടി ഒരു പുനരുത്ഥാനം എനിക്കും ലഭിക്കണം എന്ന് അങ്ങനെ അപ്പോസ്തലനായ പൗലോസ്ലീഹ പറഞ്ഞാൽ നമ്മളെത്രമാത്രം അങ്ങനെ നമ്മളെ തന്നെ ഒരുക്കണം. അനേകം പേരെ സ്വർഗത്തിലേക്ക് ആനയിക്കുവാൻ നമ്മൾ പ്രയാസപ്പെടണം. അതാണ് കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത്. അപ്പം നമ്മൾ ആകെയാണ് നിങ്ങളുടെ മനസ്സ് ഉറപ്പിക്കണമെന്ന്. ഒന്നാമത് തന്നെ ഒരു ഉറച്ച മനസ്സ്, ഒരു സ്ഥിരതയുള്ള ഒരു മനസ്സ് വേണം. രണ്ടാമതായിട്ട് നിങ്ങൾ വരുവാനുള്ള ആ കൃപയിൽ പ്രത്യാശ വയ്ക്കണമെന്ന്. യേശുവിൻ്റെ പ്രത്യക്ഷതയുണ്ടല്ലോ, ആ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി നമ്മൾ പ്രത്യാശ എന്നും ഉണ്ടാകണം. ഇന്ന് വന്നെങ്കിൽ ഞാൻ റെഡിയാണോ? ഇന്ന് വന്നെങ്കിൽ നാളെ ഇല്ല, നാളെ പറയാൻ പറ്റിയല്ല. ഇന്ന് വന്നാൽ ഞാൻ റെഡിയാണോ? ഞാൻ എത്ര പേരെ കൊണ്ടുപോകും? എനിക്ക് കിരീടം ലഭിക്കുമോ? ഇങ്ങനെയൊക്കെ നമ്മളെ തന്നെ എക്സാമിൻ ചെയ്യണം. പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്ത്, മീൻസ് അറിവില്ലാത്ത നാളത്ത് ഉണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം അനുസരണയുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുമെന്ന്. കണ്ടോ? എല്ലാ നടപ്പിലും വിശുദ്ധരാകണം, അനുസരണയുള്ള മക്കളായിരിക്കണം, വിശുദ്ധരായി നടക്കണം എന്നാണ് പത്രോസ്ലീഹ എഴുതുന്നത്. അതുപോലെ തന്നെ നമ്മൾ മക്കൾ എല്ലാ നടപ്പിലും വിശുദ്ധരാകുവാൻ ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധനായിരിപ്പിൻ എന്ന് ദൈവം പറയുകയാണ് എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. മുഖപക്ഷം കൂടാതെ ഓരോരുത്തരുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നു. ഒരു ദിവസം ന്യായാസനത്തിൽ എല്ലാവരും നിൽക്കണം. ഏത് റിലീജിയനാണല്ലോ, ഏത് മതമാണല്ലോ, ഈ ലോകത്തിൽ ദൈവം സൃഷ്ടിച്ച എല്ലാ മനുഷ്യരും അന്ന് ഉയർത്തെഴുന്നേറ്റ് ആ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കണം, കണക്ക് ബോധിപ്പിക്കണം. അപ്പം വ്യർത്ഥവും പിതൃപാരമ്പര്യമുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. സോ യു ആർ റിഡീംഡ് ഫ്രം ദ ആൻസെസ്ട്രൽ വേ. നമ്മുടെ പൂർവ്വപിതാക്കൾ നടന്ന പോലെ ആ പാരമ്പര്യം പിടിച്ചുകൊണ്ടാണ് ഇന്നും എല്ലാവരും നടക്കുന്നത്. പാരമ്പര്യമൊക്കെ ഉപേക്ഷിക്കണം എന്നാണ് പറയുന്നത്. നമുക്ക് ക്രിസ്തുവാണ് നമ്മുടെ പാരമ്പര്യം, ക്രിസ്തുവിൻ്റെ വചനമാണ് നമുക്ക് പാരമ്പര്യമായിട്ട് ഫോളോ ചെയ്യാമെന്നുള്ള. അങ്ങനെ ഉള്ള ആ നടപ്പിൽ നിന്നും നമ്മളെ ഒരു പുതിയ സൃഷ്ടിയാക്കി. ആ പഴയതെല്ലാം മാറിപ്പോയി, പഴയതെല്ലാം നീങ്ങിപ്പോയി, ഗുഡ് ബൈ പറഞ്ഞു എന്നാണ്. ഇപ്പോൾ പുതിയ സൃഷ്ടിയാണ്, പുതിയ ട്രീസയാണ്. പണ്ട് ഞാൻ പണ്ടൊക്കെ ഞാൻ എൻ്റെ ടീനേജ് ടൈമിലൊക്കെ ഞാൻ പൂജ ബിർള ടെമ്പിളിൽ പോയിരുന്നു. ഞാൻ എല്ലാ സിനിമാ തിയേറ്ററിലായിരുന്നു. ഞാനെല്ലാ പാപമുള്ള എല്ലായിടത്തും പോയി ഇഷ്ടം പോലെ ജീവിച്ചതാണ്. പക്ഷേ എൻ്റെ യേശു എന്നെ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തത്താൽ എന്നെ വീണ്ടെടുത്തു. അത് കഴിഞ്ഞ് എൻ്റെ ജീവിതം മാറിപ്പോയി. ഞാനൊരു പുതിയ സൃഷ്ടിയായി. എല്ലാ ദിവസവും യേശുവിനെ പോലെ യേശുവിൽ വളരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ അശുദ്ധമായതൊന്നും, ഞാൻ പാപത്തിനോടെല്ലാം നോ പറയും. ചിലപ്പോൾ എൻ്റർടൈൻമെൻറ്റ് വേണ്ടി വല്ലതും കളിക്കുകയൊക്കെ ചെയ്യുമായിരിക്കും. TV ഒന്നും ഞാൻ അധികം കാണാറില്ല. ഒള്ളി നൈസ് പ്രോഗ്രാംസ് അല്ലേ, അങ്ങനെയുള്ളത് മാത്രമേ TV-യിലോ യൂട്യൂബിലോ ഒക്കെ ഞാൻ കാണുന്നുള്ളൂ. യൂഷ്വലി മെസ്സേജസ് ആൻഡ് യൂഷ്വലി വർഷിപ്പ് സോങ്സ് അങ്ങനെയൊക്കെയാണ്. എനിക്കിപ്പോൾ എൻ്റെ ഇൻട്രസ്റ്റ് എല്ലാം മാറി, എൻ്റെ ഫോക്കസ് എല്ലാം മാറി. എനിക്ക് ദൈവത്തിൻ്റെ രാജ്യമാണ്. അങ്ങനെ ഒരു മാറ്റമാണ് നമ്മൾ വരേണ്ടത്. ഇസ്രായേൽ മക്കളെ ദൈവം തിരഞ്ഞെടുത്ത് അവിടുന്ന് വിടുവിച്ചത് എങ്ങനെയാണ്? ഈജിപ്തിൽ നിന്ന് വിടുവിച്ചത്
ഒരു ഓർഡിനറി ലാമ്പ് അല്ലേ, ഒരു കുഞ്ഞാടിൻ്റെ രക്തത്താലാണ്. പക്ഷെ നമ്മളെ ദൈവം ലോകത്തിൽ നിന്നും സാത്താൻ്റെ പിടിയിൽ നിന്നും എങ്ങനെയാണ് രക്ഷിച്ചത്? സ്വന്തം രക്തത്താലാണ്. യേശു ക്രിസ്തു എന്ന കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തത്താലാണ് വീണ്ടെടുത്തത്. കണ്ടോ, 1 പത്രോസ് 1:18 പറയുകയാണ്, വ്യർത്ഥവും പിതൃപാരമ്പര്യമുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, നോട്ട് ഫോർ ഗോൾഡ് ഓർ സിൽവർ ബട്ട് ബൈ ദ ബ്ലഡ് ഓഫ് ജീസസ്. ആമേൻ. ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നു. കണ്ടോ, യേശുവിൻ്റെ രക്തത്താലാണ് നമ്മൾ നീതീകരിക്കപ്പെടുന്നത്. യേശുവിൻ്റെ രക്തത്താലാണ് നമ്മൾ വിശുദ്ധരാകുന്നത്. യേശുവിൻ്റെ രക്തത്താലാണ് നമ്മുടെ കണ്ണ് പരിശുദ്ധമാകുന്നത്, കാത് പരിശുദ്ധമാകുന്നത്, വായു പരിശുദ്ധമാകുന്നത്, നമ്മുടെ ഹൃദയം, നമ്മുടെ കൈകൾ എന്തൊക്കെ പാപം ചെയ്തോ അതെല്ലാം കഴുകി വൃത്തിയാക്കാൻ വിച്ച് ദ പവർഫുൾ സാനിറ്റൈസർ. ഞാൻ എഴുതിയതുപോലെ യേശുവിൻ്റെ ഒരു രക്തനദി നമ്മൾ ഒഴുകണം എന്നും. കർത്താവെ, അങ്ങയുടെ കരങ്ങളിൽ നിന്ന് രക്തം ഒഴുകണമേ, എൻ്റെ കരങ്ങളിലേക്ക് എന്നെ ശുദ്ധീകരിക്കണമേ. അങ്ങയുടെ തലയിൽ നിന്ന് എൻ്റെ തലയിലേക്ക് ഒഴുകട്ടെ, എന്നെ ശുദ്ധീകരിക്കണമേ. എൻ്റെ ടെൻഷനൊക്കെ മാറ്റണം, വറീസ് മാറ്റണം, എനിക്ക് നാളെക്കുറിച്ച് ഉത്കണ്ഠ മാറ്റണം. കർത്താവെ, എനിക്കൊരു ശാന്തമായ മനസ്സ് തരണം, നല്ലപോലെ ഉറങ്ങാൻ പീസ്ഫുൾ സ്ലീപ്പ് തരണം. ഇങ്ങനെയൊക്കെയാണ് പ്രാർത്ഥിക്കേണ്ടത്. അങ്ങയുടെ കാലിൽ നിന്ന് കാലിലേക്ക് ഒഴുകട്ടെ. എൻ്റെ കർത്താവ് എൻ്റെ കാലുകൾക്ക് അധികാരം തന്നല്ലോ, കൈകൾക്ക് അധികാരം തന്നല്ലോ. അങ്ങയുടെ പുറത്തു നിന്ന്, അങ്ങയുടെ വിലാപ്പുറത്തു നിന്നും എൻ്റെ ശരീരത്തിലേക്ക് ഒഴുകട്ടെ. അങ്ങയുടെ അടിപ്പിണ്ടാനുള്ള സൗഖ്യമുണ്ടല്ലോ. ഇതെല്ലാം യേശു നമുക്ക് പകരക്കാരനായിട്ട് രക്തം ചിന്തിയതാണ്. എന്തിനാണ്? നമ്മളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി. ആ പിതൃ പാരമ്പര്യം, അതായത് ദി ആൻസെസ്ട്രൽ വേ ഓഫ് ലിവിങ്, അതിനെല്ലാം നമ്മൾ കണ്ട നമ്മുടെ അപ്പന്, നമ്മുടെ വല്യപ്പന്, മുത്തച്ഛന്, അവരുടെ അപ്പന്, അങ്ങനെയുള്ള ആ പാരമ്പര്യക്കെട്ടിൽ നിന്നെല്ലാം നമ്മളെ വീണ്ടെടുത്തതാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ കേഴ്സ് ഉണ്ടായിരുന്നു. എൻ്റെ ചാച്ചന് അറിയില്ലായിരുന്നു. അരയന്മാരോടൊക്കെ കൂട്ടുകൂടിയതാണ്, തകിടൊക്കെ കിട്ടും, അതൊക്കെ ചെയ്യുമായിരുന്നു. അതൊക്കെ അങ്ങനെ ഒരു കേഴ്സ് ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായിരുന്നു. ആ കേഴ്സ്, ആ ശാപത്തിൽ നിന്നെല്ലാം ഞങ്ങളെ രക്ഷിച്ചു. കുറച്ച് പേരുടെ ദൈവം കരുണ കാണിച്ചു, ഞങ്ങളോട് കൃപ കാണിച്ചു, ഞങ്ങളെ അതിൽ നിന്നെല്ലാം രക്ഷിച്ചു, വിമോചിച്ചു. ഇപ്പോൾ കർത്താവിൻ്റെ സ്വന്തം പ്രിയ ഓമനപുത്രിയാക്കി തീർത്തിരിക്കുകയാണ്. എന്ത് നല്ല പദവിയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന് എല്ലാവരും കരങ്ങളുയർത്തി ഒന്ന് സ്തോത്രം ചെയ്യാം, ഒന്ന് സ്തുതിക്കാം. പിതാവേ, നന്ദി പറയാം. നന്ദി എൻ്റെ കർത്താവേ, ഞാൻ എവിടെയോ നശിച്ചു പോകേണ്ട ഞാനായിരുന്നു. എൻ്റെ കർത്താവിൻ്റെ രക്തത്താൽ എന്നെ ശുദ്ധീകരിച്ചല്ലോ, എന്നെ വീണ്ടെടുത്തല്ലോ, എനിക്കൊരു പദവി തന്നല്ലോ, എനിക്കൊരു സ്ഥാനം തന്നല്ലോ, എന്നെ വിശുദ്ധ ജനമാക്കിയല്ലോ, സ്വന്തം ജനമാക്കിയല്ലോ, രാജകീയ പുരോഹിത വർഗമാക്കിയല്ലോ. എല്ലാത്തിനുമായി നന്ദിനാഥ എന്ന് പറഞ്ഞ് എല്ലാവരും ഒന്ന് നന്ദി പറഞ്ഞ്, കർത്താവേ നന്ദി, അങ്ങനെ സ്തുതിക്കുന്നു, അങ്ങനെ കമ്മിറ്റ് ചെയ്യുന്നു, അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെട്ടെ. ആമേൻ. എല്ലാവരും ആമേൻ പറയാം. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.